Co-powered by Damro Furniture. ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്, സ്വാഗതം, വണക്കം. പ്രേക്ഷകർ, നിങ്ങൾ ഓരോരുത്തരും ആഘോഷമാക്കുന്ന ഗെയിം Co-powered by Damro Furniture. അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ റൗണ്ടുകളുമായിട്ട് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അങ്ങേയറ്റം ആവേശത്തോടെ നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ആവേശത്തിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം പ്രേക്ഷകർ നിങ്ങളുടെ ഫേസ്ബുക്കും അതുപോലെ സി കേരളത്തിന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണലി ഞങ്ങൾക്ക് വരുന്ന കമന്റ്സിൽ നിന്ന് കിട്ടിക്കുന്ന കാര്യമാണ് ഈ ബാഹുബലി ബോയ്സിന്റെ അതികയറ്റം. കുറച്ച് അവരുടെ ആക്രമണം കുറച്ച് കൂടുതലാണ്. മാത്രമല്ല ജില്ലു ബില്ലു അവരുടെ ഇത്തിരി ആക്രമണം കുറച്ച് റൊമാൻസ് കുറച്ച് കൂടുതലാണ്. ഇനി അവര് മാത്രമല്ല സൂരജ്, എന്നല്ല പറയാൻ വരുന്നത്. ഞാൻ പറയട്ടെ, അത് ശരിയാണ്. പറ, നിന്റെ പെൺകുട്ടികളെ കടന്ന് പിടുത്തം അതും കുറച്ച് കൂടുതലാണെന്ന് പറയുന്നു, ശരിയല്ലേ? കെട്ടിപ്പിടുത്തം അവരെ എടുത്തോണ്ട് ഓടുക, മാമന്റെ മക്കള്, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ? അല്ല, നിനക്കിതല്ലേ പറയാനുള്ളൂ, നീ അത് പറഞ്ഞു കഴിയട്ടെ. ശരിയല്ലേ? അല്ല, ബാഹുബലി ബോയ്സിനെ പറ്റി പറഞ്ഞത് ശരിയാണ്. അത് കറക്റ്റ് ആണ്. ഞാൻ കെട്ടിപ്പിടിച്ച കുട്ടികൾ വീണ്ടും ഞാനൊന്ന് വന്നോട്ടെ, ഞാനൊന്നും കൂടി പ്രോഗ്രാമിന് വന്നോട്ടെ, ചേട്ടന്റെ ആ ഒരു മോട്ടിവേഷൻ. അതായത് ഇവിടുന്ന് കെട്ടിപ്പിടിച്ച് പിള്ളേരെ വീട്ടിൽ വിട്ടിട്ട് നീ വിടുന്നില്ല. അവരോടുള്ള ആ ഒരു സ്നേഹം, നമ്മളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നമ്മളിവിടെ ഒരു ഗെയിമിന് വന്നാൽ പോലും, ചേട്ടാ, നമ്മളിവിടെ ഒരു ഗെയിമിന് കൊണ്ടുവന്നാൽ പോലും നമ്മുടെ ആ ഒരു സപ്പോർട്ട്, നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ അവർക്ക് അത് വീണ്ടും വീണ്ടും അവർക്ക് വേണം തോന്നുന്ന പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ പോസിറ്റീവ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സും സ്നേഹവും എല്ലാം വാരി വിതറാനായിട്ട് ഇന്നും അതുപോലെ ഞങ്ങൾ നല്ല ചുണക്കുട്ടികളാണ് കൊണ്ടുവരിക്കുന്നത്. പ്രേക്ഷകർ, നിങ്ങളുടെ ഇടയിൽ നിന്നാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം. ടീം എയിൽ പൂച്ചയുടെ വാലൊക്കെ പോലെയുള്ള ഒരു സുന്ദരി ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ സുന്ദരി ചിരിയുള്ള പൂച്ചക്കുട്ടിയുടെ സ്വഭാവമാണെന്ന് നീ കരുതണ്ട, സിംഹക്കുട്ടിയുടെ പ്രകൃതമാണ്. അറിയാലോ എന്താണ്? ജടയുണ്ടാ? ജടയല്ലടാ, നീ മത്സരത്തിലൊക്കെ ഒന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ, അപ്പോഴറിയാം ജടയുണ്ടോ പല്ലുണ്ടോ. ഓക്കെ, ടീം എയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് വർഷ മോഡലിംഗും അതുപോലെ ആക്ടിംഗിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലേ? പറയൂ, വർഷയുടെ വിശേഷങ്ങൾ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിപ്പം കോസ്മെറ്റോളജി പഠിച്ചുകൊണ്ടിരിക്കുക ലാക്മേയിൽ. കോസ്മെറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേക്കപ്പ്. ഇതിനിങ്ങനൊക്കെ പേരുണ്ട്. ഇത് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരുമോ? ഇവിടെ കണ്ടിട്ട് ഞാൻ നാച്ചുറൽ അല്ലേ? നാച്ചുറൽ ആണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആ ബ്യൂട്ടി ആയിട്ടിരിക്കുന്ന കുട്ടി ഈ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്യൂട്ടി ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം പാർവതി. ഹായ് പാർവതി. പാർവതി എവിടുന്ന് വരുന്നു? എറണാകുളത്ത് വരണ. പിന്നെ ഈ ബൈക്ക് സ്റ്റണ്ടിങ് ചെയ്തു ഞാൻ കേട്ടു. ബൈക്ക് സ്റ്റണ്ട് ചെയ്യാറുണ്ടോ? ഇല്ല, ഇപ്പൊ പ്രാക്ടീസിലാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിന് എന്തിനു മോഡലാക്കി? ജസ്റ്റ് ബൈക്കിന്റെ മുകളിൽ കയറി ഇരിക്കുന്നേ ഉള്ളൂ. ഏതൊക്കെ ബൈക്ക് ഓടിക്കും? ബുള്ളറ്റ് ഓടിക്കോ? ഡ്യൂക്ക് ഓടിക്കും. ബുള്ളറ്റ് മാത്രം ഓടിക്കില്ല. ഡ്യൂക്ക്, പൾസർ, R15, സ്കൂട്ടി. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ദീപ്തി മോഡലിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഷോ കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഷോയെ പറ്റിയുള്ള അഭിപ്രായം? ഫണ്ണാണ്. എന്നെ പറ്റി എന്താ അഭിപ്രായം? കുഴപ്പമില്ല, മൊത്തത്തിൽ കുഴപ്പമില്ല, ഇച്ചിരി കുഴപ്പമില്ലടാ. ഈ ആൽബം എന്ന് പറഞ്ഞ കല്യാണ ആൽബം കാണാനാണോ? കല്യാണ ആൽബം അല്ല. ഇവന്റെ അതായത് അറിയേണ്ടത് കല്യാണം കഴിച്ചിട്ടുണ്ടോന്നാണ്. കഴിച്ചിട്ടുണ്ടോ? കഴിക്കാൻ താല്പര്യമുണ്ടോ? കഴിക്കാൻ സമയമുണ്ടല്ലോ. നമുക്കിത് കഴിഞ്ഞോടെ നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളൂ. അടുത്തിരി നിന്റെ കുട്ടികൾ ആരൊക്കെ കല്യാണം അത്രയും മാസമായിട്ടുള്ള ഒരു ടീമിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമതിരിക്കുന്ന ആ ഒരു ഘനഗംഭീരിയായിട്ടുള്ള ആ ഒരു സുന്ദരിയുടെ പേരാണ് ഷാലു. പേരും ഞാനിപ്പോ പറഞ്ഞ ഇൻട്രോയും തമ്മിൽ ചേരുന്നില്ലെങ്കിലും പേര് ഷാലു. പേരും ആ കുട്ടിയായിട്ട് ഒരു ചേർച്ചയില്ല. ഷാലു പറഞ്ഞേ, ഷാലു എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ടിംഗ് ഉണ്ട്, പിന്നെ ഫ്രീലാൻസ് കോസ്റ്റ്യൂമറാണ്. ഓക്കെ, ഞങ്ങളുടെ ഇന്നത്തെ ബീച്ച് വെയർ ഡ്രസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? സൂര്യചേട്ടൻ കൊള്ളാം. ഞാൻ കൊള്ളത്തില്ല. കുട്ടി ഈ ഇരിക്കുന്ന ബാഹുബലി ബോയ്സേ, ഞാൻ പറയുന്നത് കേൾക്കുന്നത് രണ്ടിടി കൂടുതൽ വരും. ഇല്ല, ഒന്നുമില്ല, ഞാൻ ഡീൽ ആക്കിക്കോളാം. നീ ഡോണ്ട് വറി. ഓക്കെ, ഉറച്ചു നിന്നാ മതി. യെസ്, അപ്പൊ ഷാലുവിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന മാസീവ് ആയിട്ടുള്ള ബോംബ്ലാസ്റ്റിക് എക്സ്പ്ലോഷൻ ബാഹുബലിക്കെതിരെ നടത്തി ചോര കൊണ്ട് ചരിത്രം രചിക്കാൻ പോരുന്ന ആ ഒരു താരമാണ് അമൃത. താങ്ക് യു. നമ്മൾ പൊളിക്കില്ലേ? പിന്നെ നമ്മുടെ ബോയ് ഷോ കാണാറുണ്ടോ?
ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ജില്ലു ബില്ലുവിനെ അതുപോലെ ഈ ബാഹുബലി ബോയ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം നമ്മളെ ഇങ്ങനെ ട്രബിൾ ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ നമുക്കിനെ ബാക്കി വെക്കണ്ട, ഇനി അവർ വർക്ക് ചെയ്യണ്ട, നമുക്ക് തീർത്തിടാം. അടുത്ത ആള് ഇനിയാണ് ഞാൻ പറയാവുന്ന ആള്. അതായത് എന്റെ സ്നേഹം കൊണ്ട് വീണ്ടും സൂര്യചേട്ടാ വീണ്ടും ആ ഒരു ഷോയിലേക്ക് ചേട്ടന്റെ ടീമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യോ എന്ന് ചോദിച്ചതിന്റെ ബലത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ശ്രീനിധി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ടീമിൽ തകർത്തിട്ട് പോയ ആളാണ്, വീണ്ടും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. അതാണ് ഞാൻ പറഞ്ഞ സ്നേഹം. ഈ സവാരി ഗിരിഗിരി റൗണ്ടില് ഈ മത്സരം കാണുമ്പോ എന്താ തോന്നുന്നത്? പഴയ നമ്മുടെ തോമസ് കുട്ടി വിട്ടോടായും അതുപോലെ തന്നെ നീ പോമോനെ ദിനേശും ഒക്കെയാണ് മത്സരിച്ചിട്ടുള്ളത്. ഇത് അതിലും പൊളിയാണ്, ഇത് പൊളിയാൻ പോണത്രേ, പൊളിക്കാൻ പോകുന്നേ ഉള്ളൂ. കുട്ടികളെല്ലാം റെഡിയാണ്. പ്രേക്ഷകരെ നിങ്ങളും റെഡി ആയിക്കോളൂ ചിരിക്കാൻ. ആദ്യത്തെ മത്സരം സവാരി ഗിരിഗിരി. സോ സവാരി ഗിരിഗിരിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ടീം എയുടെ ടീമിനെ ആദ്യം ഇൻവൈറ്റ് ചെയ്യാണ്. ടീം എ പ്ലീസ് കം. നമുക്ക് സവാരി ഗിരിഗിരി പരിചയപ്പെടുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ട വ്യക്തികളാണ് ബാഹുബലി ബോയ്സ്. Come on, ബാഹുബലി ബോയ്സ്. സവാരിഗിരിയിലെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന 2 ഗ്ലാസ് ബീക്കേഴ്സ് ആണ്. ഇവിടെ കുറച്ച് 12 ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം പോകുന്ന ആൾ 2 ബക്കറ്റ് വെള്ളമായിട്ട് മുന്നേ പോവുക, വീഴാതെ അവിടെ പോയി ആ ബീക്കർ നിറയ്ക്കുക. അതായത് റൈറ്റ് സൈഡിലുള്ളത് നിങ്ങൾ ടീം എയുടെ ബീക്കർ ആണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് ടീം ബിയുടെ ബീക്കർ ആണ്. ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കുന്ന അവർക്ക് കിട്ടുന്ന 300 പോയിന്റ്സ് ആണ്. അപ്പൊ ആ 300 പോയിന്റ് ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ് ആയിരിക്കും. സോ ഇതൊരു ക്രൂഷ്യൽ റൗണ്ട് ആണ്. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻട്രലിലൂടെ തന്നെ പോവുക. ഇൻ കേസ് കയ്യിൽ നിന്ന് ബക്കറ്റും വെള്ളവും താഴെ പോവുകയാണെങ്കിൽ തിരിച്ചെടുത്തിട്ട് ആ പൊസിഷനിൽ വന്ന് ഇത് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വരിക. ഓക്കെ ഓക്കെ വർഷ, your time starts now. 3, 2, 1 go. എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഈ തകർത്തിട്ടിരിക്കുന്നത്. നിങ്ങളുടെ ടീം പൊളിക്കും തകർക്കുന്നൊക്കെ പറഞ്ഞത് എന്റെ ബീക്കർ തകർക്കുന്നതാണോ? പക്ഷെ ഞാനും സൂരജ് എന്തൊക്കെ നമ്മളെ വലിയൊരു മത്സരം ഉണ്ടെങ്കിലും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഇച്ചിരി എനർജി കൂടിപ്പോയി. ആദ്യമായിട്ടാണ് ബോയിങ്ങിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം സംഭവങ്ങൾ പോയിട്ട് തല്ലിപ്പൊളിക്കുന്നത്. എന്ത് അവസ്ഥയാണ് നിങ്ങളെ കൊണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതിന്റെ പേരിൽ ഞാനൊരു പണിഷ്മെന്റ് നിങ്ങൾക്ക് തരുവാണ്. പക്ഷേ ഞങ്ങൾ ആ ബീക്കർ തകർത്തോണ്ട് ബീക്കർ മാറ്റി ഇപ്പം ബക്കറ്റാണ് അവിടെ വെച്ചിരിക്കുന്നത്. ബക്കറ്റ് പൊളിക്കരുത്. ഇനി ഒരിക്കൽ കൂടെ എന്തായാലും പോയേ പറ്റുള്ളൂ. ഗെയിം അതാണ് ഞാൻ തരുന്ന പണിഷ്മെന്റ്. അതാണ് പണിഷ്മെന്റ്. വീണ്ടും പോണം. യു ആർ വാച്ചിങ് ബോയിങ് ബോയിങ് കോപ്പവാർഡ് ബൈ ഡാമർ ഓഫ് ഫർണിച്ചർ. സവാരിഗിരി ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. വർഷ റെഡി അല്ലേ? ബക്കറ്റ് തകർക്കരുത്. ഓക്കെ റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ഇതാണ് ബാഹുബലി ടീംസിന്റെ സംഗതികൾ തല്ലിപ്പൊളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുക. നമ്മുടെ മത്സരിക്കാൻ പോകുന്ന പാർവതിയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ദീപ്തി റെഡി അല്ലേ? Your time starts now. 3, 2, 1 go.
തീർച്ചയായിട്ടും ഇത് രഹസ്യമായിട്ടുള്ള നീക്കാണ്. ബക്കറ്റിൽ വെള്ളം കളയല്ലേ? ആകെ 2 തുള്ളി വെള്ളം ഉണ്ടായിരുന്നു, അതും പോയി. Your time starts now. 3, 2, 1, go. അടുത്ത പോകുന്ന പാർവതിയാണ്. Your time starts now. 3, 2, 1, go. ടീം എയുടെ ആകെ പ്രതീക്ഷ ദീപ്തിയിലാണ്. 2 ബക്കറ്റ് വെള്ളത്തിൽ 1 ബക്കറ്റ് വെള്ളം നിറയ്ക്കുക. Your time starts now. 3, 2, 1, go. സമാനിക്കുന്ന മത്സരത്തിൽ ടീം എ അതിഗംഭീരമായിട്ട് മത്സരിച്ചിരിക്കുകയാണ്. നമുക്ക് അവരുടെ അനുഭവങ്ങൾ ചോദിക്കണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു വർഷ? ഹൊറിബിൾ. പക്ഷേ ഇത് ഗ്ലാസ് സ്പീക്കർ തകർത്തപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം പറയുന്നത് വർഷ ഹൊറിബിൾ ആണെന്നാണ് പറയുന്നത്. വർഷയെ പേടിക്കുന്നത് ഗ്ലാസ് സ്പീക്കറിന്റെ പരിപാടി നിർത്തി. ഓക്കെ, അടുത്താള് എങ്ങനെയുണ്ട്? സ്റ്റാൻഡിംഗ് ഫീൽ. വാവ്, വെരി ഗുഡ്. അടുത്താള് ശരിക്കും സ്പേസിൽ പോയിട്ട് വന്ന പോലെ ലാസ്റ്റത്തെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. ഓക്കെ, മത്സരം ടീം എയുടെ അതിഗംഭീരമായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ടീം ബി വളരെ കൂലങ്കഷണമായിട്ടുള്ള ആലോചനയിലാണ്. ആലോചനയില്ല, ഞങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് റെഡി ആയിട്ടിരിക്കല്ലേ. അവർക്ക് പ്ലാൻ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം കൊടുക്കാം. This is Boing Boing, co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing, co-powered by Damro Furniture. സവാരി ഗിരിഗിരി റൗണ്ടിൽ ടീം എയുടെ അംഗം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ യുദ്ധത്തിന് വേണ്ടി ടീം ബി. വെൽക്കം. ടീം ബി നമ്മുടെ ഗംഭീരമായിട്ടുള്ള ടീം എയുടെ പെർഫോമൻസ് കണ്ടു. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം? ട്രൈ ചെയ്യാം. മത്സരത്തിനുള്ള സമയമാണ്. അംഗം കുറിക്കട്ടെ, റെഡി, മേളം കൊട്ടട്ടെ. ഓക്കെ, 2 ഗതകളോട് ഉപമിക്കുന്ന ബക്കറ്റുകളുമായിട്ടാണ് ശ്രീനിധി പുറപ്പെടുന്നത്. ശ്രീനിധി, all the best. Your ശ്രീനിധി. time starts now. 3, 2, 1, go.
ശ്രീനിധിക്ക് ശേഷം എന്റെ അടുത്ത ആയുധം. ഷാലു, your time starts now. 3, 2, 1, go. ഇവർ രണ്ടും പോയത് കണ്ടല്ലോ, അതിന്റെ ഡബിൾ സ്പീഡിൽ വേണം നിങ്ങളും പോകാൻ. അമൃത, your time starts now. 3, 2, 1, go. ഈ ബക്കറ്റുമുള്ള നിധി പോലെ സൂക്ഷിക്കുക. Your time starts now. 3, 2, 1, go. Shalo, your time starts now. 3, 2, 1, go. Your time starts now. 3, 2, 1, go. എങ്ങനെയുണ്ടായിരുന്നു ശ്രീനിധി ഈ ഒരു എക്സ്പീരിയൻസ്? സൂപ്പർ. സൂപ്പർ, Super. പൊളിച്ചടുക്കി. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. നമ്മുടെ ആ ഒരു വാശി മൊത്തം കാണിച്ചു, നമ്മുടെ ആവേശം കംപ്ലീറ്റ് കാണിച്ചു. ഷാലു പറയൂ. പൊളിച്ച്. പൊളിച്ച്. ലാസ്റ്റ് 2 ഇടിയും കൂടെ കൊടുക്കണമെന്ന് തോന്നിയോ? ഇപ്പോഴും കൊടുക്കണമെന്നുണ്ട്. ഇപ്പോഴുണ്ട്. ഓക്കെ, ഇവിടെ 2 ചവിട്ട് കൊടുത്താലോ? ഈ സൈഡിൽ നിന്ന് കൊടുത്തോ? ഈ രണ്ടെണ്ണം സൈഡിൽ ഒരു ചവിട്ട് കൊടുത്തോ? കൊടു നല്ല. അങ്ങനെ അതെന്തോന്ന് ചവിട്ട്? വേണം കേറി പോയിട്ട് കൊടുത്തോ, അവിടെ പോയിട്ട് കൊടുത്തോ. നിങ്ങളെ പേടിച്ച് അവിടെ ചെന്നിരിക്കുക. വേണം അവിടെ വരെ പോയിട്ട് കൊടുത്തോ. ഷാലു ചോണയുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ. അങ്ങനല്ല, മൈക്കിൽ പറ. ചുമയുണ്ടെങ്കിലാ? ഓക്കെ, അടുത്ത ആള്. എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട് അമൃത. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് കൊള്ളേണ്ട ചവിട്ടും കുത്താണ് ഞാൻ ഇപ്പൊ കൊണ്ടത്. ഇത് മൊത്തം ഞാൻ എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന്റെ അടുത്ത് തീർക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രത്യേകമായിട്ട് NB അടിയിൽ എഴുതിയെടുക്കുക, ഇദ്ദേഹത്തിന് കെട്ടാൻ പോകുന്ന ആളെ സൂക്ഷിച്ചോ, ബാക്കിയൊന്നും പറയാനില്ല. കല്യാണം കഴിഞ്ഞിട്ട് ചവിട്ട് കുത്തുവാണെന്ന് ഇപ്പോഴേ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി മത്സരത്തിന്റെ വിധി നിർണയത്തിനായിട്ട് ടീം എയും കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ടീം എ പ്ലീസ് കം. ഇനി ഈ 2 ടീമും ചുണക്കുട്ടികൾ പോരാടി. ഇനി നമുക്ക് ആ വിധി നിർണയത്തിനുള്ള സമയമാണ്. സൂരജ്, നമുക്ക് പോയി നോക്കാം.
ടീം ബി വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഡാൻസ് കളിച്ചൂടെ? എനിക്ക് ഡാൻസ് ഒന്നും അറിയാം, എന്നാലും ഞാൻ കളിക്കും. മ്യൂസിക് പ്ലീസ്. നിന്റെ ആഘോഷത്തിൽ ഞാനും പങ്കുചേർന്നു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് സമയമാണ്. This is Boing Boing Co-powered by Damro Furniture. ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക് ടു ദ ഷോ. ദിസ് ഈസ് ബോയിങ് ബോയിങ് Co-powered by Damro Furniture. ഒന്നാമത്തെ 16 റൗണ്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. രണ്ടാമത്തെ മത്സരത്തിന്റെ പേരാണ് പറക്കും തളിക. പറക്കും തളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഇവിടെ 2 ബാസ്കറ്റിൽ ബോൾസ് നിറച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു ബാസ്കറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു പാത്ത് വേ ഉണ്ട്. അതുപോലെ ത്രെഡ്മിൽ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ടീം എ മത്സരിക്കുന്ന സമയത്ത് ടീം എയിൽ 2 പേര് ത്രെഡ്മിൽ ഓടാൻ നിൽക്കുക. അതുപോലെ ഒരാൾ ബോൾ എടുത്തു കൊടുക്കാൻ നിൽക്കുക. 2 സൈഡിലും ഒരു ബോർഡർ ലൈൻ കാണാം റെഡ് മാർക്ക് ചെയ്തിട്ട്. ശ്രദ്ധിക്കുക, ആ റെഡ് മാർക്കിന് അപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് 2 പേർക്കും അവകാശമില്ല. ആ റെഡ് മാർക്കിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. ഓരോ ബോൾ നിങ്ങൾ ആ ബാസ്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 50 പോയിന്റ്സ് ആണ്. ഒരാൾക്ക് എത്ര ബോൾ വേണമെങ്കിലും ഇടാം. 3 മിനിറ്റ് സമയമാണുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ത്രെഡ്മിൽ ഓടുന്ന സമയത്ത് ഒരാൾ വീണാൽ മാത്രമേ അടുത്ത ആളിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കൂടെ അതിന്റെ ആ പിടിയിലൊന്നും പിടിക്കാൻ പാടില്ല. ഡയറക്റ്റ് ഓടുക അല്ലെങ്കിൽ വീഴുക. ഓക്കെ, റെഡി? ഒരാൾ ബോൾ എടുത്തു കൊടുക്കാൻ നിൽക്കുക, ഒരാൾ ബാസ്കറ്റിലെ ബോൾ ഫില്ല് ചെയ്യുക. റെഡി? Ready അല്ലേ? ടീം എ ആൻഡ് ടീം ബി. കരയിലും വെള്ളത്തിലും വായുവിലുമായിട്ട് നടക്കുന്ന ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോണോ? ഇപ്പോൾ പറക്കും തളിയെ മത്സരിക്കുമ്പോൾ ടീം എ മത്സരിക്കുമ്പോൾ ടീം ബിക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. ടീം എ റെഡി അല്ലേ? ടീം എ റെഡി. ഓൾ സെറ്റ്. All set? Your time starts now. Your time starts now. ഓ, ആ ബോൾ എടുത്തിറിയാ, ബോൾ എടുത്തറിയാ. Good, Nadan. Good job. Your time starts now. ശ്രദ്ധിച്ച്. Good job, good job. Super.
5, 4, 3, Okay. 2, 1, 0. Time out. ബോയിലെ പറക്കന്തളിയ മത്സരത്തിൽ ടീം എ 350 പോയിന്റ്സ് 7 ബോൾ നേടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറന്ന് വന്നു. എങ്ങനെയുണ്ട്? കിതപ്പൊക്കെ മാറിയോ? കോളേജിൽ പോലും ഞാൻ കളിച്ചിട്ടില്ല. ഇത് കോളേജിൽ കളിച്ചിരുന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കായിക ഓക്കെ, അടുത്താള്. ഒന്നും പറയാനില്ല. ഓക്കെ, ശ്വാസം പോലും കിട്ടണില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വെള്ളത്തിൽ ഇറങ്ങി പിന്നെ ഓടി അപ്പൊ ക്ഷീണം കുറയോ? അതായത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ കുറയൊന്നുമില്ല. ചാടിയാൽ അറിയുള്ളൂ. വേണേ ചാടി നമുക്ക് അറിഞ്ഞാൽ മതി. ടീം എ അതിഗംഭീരമായിട്ടുള്ള മത്സരം. നല്ലൊരു കൈയടി പ്ലീസ്. സൂപ്പർ സൂപ്പർ, ഗുഡ് ജോബ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ടീം എയുടെ അംഗം കഴിഞ്ഞു. ഇനി ടീം ബിയുടെ അംഗത്തിലേക്ക് ഇറങ്ങുകയാണ്. ടീം ബി, വെൽക്കം. ടീം ബിയിലെ ഷാലു ആദ്യം പോകുന്നു. അമൃത എടുത്തു കൊടുക്കുന്നു. റെഡി? Your time starts now. ഗോ. നല്ല ആള് പിടി 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 പിടി. Good, good. Good job, good job. Your time starts now. 3, 2, 1, go. Good. Your time starts now. 3, 2, 1, go. Shalu toilet. Ah, good, 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 good job, good job. Good job! Very Super! good, very Super! good, very Super! good. Okay, your time starts now. Go! Awesome! Very good, very good, Super! 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 Good! Good! Super! Ah, super! Very good, very good, very good, very good. Very good job, very good job. Nice! Super! Very good. 9, 8, last ball, 7, 6, 5, 4, 3, 2, 1, 0. Super! ശ്രീനിധി ആൻഡ് ഷാലു ആൻഡ് അമൃത നമ്മൾ എത്ര ബോൾ ഇട്ടു അറിയോ? റെക്കോർഡാണ്. 14 ബോൾ ഇട്ടു. 700 പോയിട്ട് സൂപ്പർ. ഓടി വന്നു. അവർ പൊളിച്ചടുക്കരുത്. सोने सोने पटोले लखा सोने सोने पटोले लखा ए तक दिया रेंदी आखा ए तक दिया रेंदी आखा मैं की दसा अपनी वे ए चंद करदा है तारीफा അതിഗംഭീരമായിട്ടുള്ള മത്സരം. പൊളിച്ചു. നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞേ കേക്കട്ടെ. സത്യം ഞാനും വിചാരിച്ചു പുള്ളിക്കാരത്തി ഇടാൻ തുടങ്ങിയപ്പോ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിന്ന്. പക്ഷേ കംപ്ലീറ്റ് തൂത്തുവാരി. പക്ഷെ ഒരു ടാക്ടിക് ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഇങ്ങനെ ഇട്ടത് ഇങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോഴേക്കും ലെവൽ അതായിരുന്നു മാറി. അതായിരുന്നു ഏറ്റവും വലിയ രസം. പിന്നെ എനിക്ക്
എക്സസൈസും ആയി എന്ന ഗെയിം പ്ലേ ചെയ്തത് മാതിരി. ഇനി 2 ആഴ്ചത്തേക്ക് വർക്കൗട്ട് വേണ്ട. ഈ ഒരു മത്സരം ഇത്രയും ഗംഭീരമായിട്ട് പോയ സ്ഥിതിക്ക്, നിങ്ങളുടെ ടീം ഇത്രയും പോയിന്റ് കുറഞ്ഞ സ്ഥിതിക്ക്, ഞങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ഞങ്ങൾ കരുവാക്കാണ്. നിങ്ങൾക്ക് പണിഷ്മെന്റ് ആയിട്ട് ഒരു ഡാൻസ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. നിങ്ങളുടെ ടീമിനെ മൊത്തം വിളിക്കും, ഞങ്ങളെ ഒന്ന് ആർമാദിപ്പിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ആഘോഷം ഡാൻസ് ഇവിടെ അവസാനിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു ഇടവേളയുടെ സമയമാണ്. This is Boing Boing Co-powered by Damro Furniture. ചെറിയ ഒരു ഇടവേള. Yes, welcome back to the show. This is Boing Boing Co-powered by Damro Furniture. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ മാസ് ആയിട്ടുള്ള മത്സരത്തിലേക്ക് എത്തി. താമരശ്ശേരി ചുരം. Okay, ready? All set? All set? റെഡി അല്ലേ? All the best guys. അപ്പോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. താമരശ്ശേരി ചുരം കയറാനായിട്ട് ടീം എയും ടീം ബിയും അവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ബോൾസ് കയ്യിലെടുക്കാം. ഇനി താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. Your time starts now. 3, 2, 1, go! Good teamwork, good teamwork, good teamwork. Yes, yes. Amrita, help me. Good, good. Good teamwork, good teamwork. Ball safe ആക്കണം. Amrita, good go, good go. അയ്യോ, Salo, don't miss your ball. Salo, good job. Good, good. Very Super, good, very good, very super. good. Amrita കിട്ടും, you can.
ബോളില്ലാണ്ട് പോരുത്, താഴേക്ക് വാ, ബോളില്ലാണ്ട് താഴേക്ക് വാ. Last 30 seconds. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. Time out. ടീം എയിൽ നിന്ന് ഒരാളും ടീം ബിയിൽ നിന്ന് 3 പേരും താമരശ്ശേരി ചുരം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങേണ്ട സമയമാണ്. വന്നോളൂ. ടീം എ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഓ ഇതെല്ലാം കഴിഞ്ഞപ്പോ ആ. ചെറുപ്പകാലം ഓർമ്മ വരാ. ചെറുപ്പം, അപ്പൊ ഇപ്പൊ ശരിക്കും പ്രായമായി. ചെറുപ്പത്തിൽ ഇതിപ്പോ നമ്മളിപ്പോ കളിക്കുന്നില്ലല്ലോ. ചെറുപ്പത്തിലല്ലേ നമ്മൾ കൂടുതലും വെള്ളത്തിൽ കളിക്കുക, Means? കേറുക, ആ. മരം കേറുക. എന്നിട്ട് പിന്നെ എന്താ കയറാൻ പറ്റത്തെ? അല്ല, ഞാൻ പകുതി വരെ പോയില്ലേ, ഇതേ തട്ടിട്ടതല്ലേ. ആരാണ്? ജില്ലു ആ. വർഷ. എക്സ്പീരിയൻസ് ആയിരുന്നു. ആ, എല്ലാരും ക്ഷീണിച്ചല്ലോ ഇതിന്റെ ടീം. എണ്ണയിൽ മുക്കിയെടുത്തു. ഓക്കെ, അടുത്ത ആള് പറയും. ടീം ബി അതിഗംഭീര എനർജി തന്നെയാണ്. ഇത് എവിടുന്നാണ് ഈ എനർജി ഒക്കെ? അവർ ചന്ദ്രനിലേക്കുള്ള എനർജിയുടെ ലെവലിൽ അല്ലേ? പറയൂ. അമൃതയൊക്കെ വേറെ ലെവലിലേക്ക് മാറി കഴിഞ്ഞു തുടങ്ങിയപ്പോഴേക്ക്. സത്യം പറഞ്ഞാൽ ഇത് ഈ സ്റ്റെപ്സ് കുഴപ്പമില്ല, പക്ഷെ ഇതിലേക്ക് വന്ന് വീണിട്ട് ഈ ഗുളു 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 എല്ലാവരും അടിച്ചു പൊളിച്ചു തിമിർത്തു. പക്ഷേ ഈ മത്സരത്തിന്റെ അവസാനം മാർക്ക് അറിയണ്ടേ? കാരണം മാർക്ക് സ്കോർ ബോർഡ് എന്റെ കയ്യിൽ വന്നപ്പോഴേ സൂരജ് ചോദിക്കണം, ഞാൻ പറയട്ടെ ഇത്. കാരണം ആ മത്സരത്തിന്റെ മാർക്ക് പറയാൻ സൂരജിന് അത് ഭയങ്കര ആവേശമാണ്. കാരണം ബോയിങ്ങിന്റെ റെക്കോർഡ് സ്കോറാണ് ഇപ്പൊ ഞങ്ങൾ വെരി ഗുഡ്. അപ്പൊ കേട്ടോളൂ, ടീം എ ആദ്യം നേടിയിരിക്കുന്നത് റൗണ്ട് ഫസ്റ്റിൽ 0 ആൻഡ് ടീം ബി നേടിയിരിക്കുന്നത് 300 പോയിന്റ്. വെരി ഗുഡ്. രണ്ടാമത്തെ റൗണ്ടിൽ ടീം എ 350 നേടിയപ്പോൾ ടീം ബി നേടിയിരിക്കുന്നത് 700 പോയിന്റ്സ്. പക്ഷേ മൂന്നാമത്തെ റൗണ്ടിൽ ടീം എ 200 പോയിന്റ്സ് നേടിയപ്പോൾ ടീം ബി നേടിയിരിക്കുന്നത് 600 പോയിന്റ്സ്. ഇതുവരെയും ബോയിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഗംഭീരമായുള്ള സ്കോർ ടീം ബി നൽകി 1600. വെരി ഗുഡ്. അടിപൊളി. ടീം എ നേടിക്കുന്നത് 550 പോയിന്റ്സ് ആണ്. Yes. നല്ലൊരു കയ്യടി. ടീം എ നന്നായിട്ട് ശ്രമിച്ചു, പക്ഷെ ഞങ്ങളുടെ ലെവൽ വേറെ ആയതുകൊണ്ട് ഇന്ന് ഇവർ പിടുത്തം വിട്ടു കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശ്രീനിധി ഇവിടെ ഒരു അടിപൊളി ഡാൻസ് കളിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് നമുക്ക് ടീം എയിൽ നിന്ന് ഒരാളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാലോ സൂരജ്? ഇന്ന് ഉറപ്പായിട്ട് തീർച്ചയായിട്ടും വേണം. അപ്പൊ ടീം എയിൽ നിന്ന് ഞാൻ പാർവതിയാണ് ആ ഡാൻസ് കളിക്കാൻ ക്ഷണിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ടീമിൽ നിന്ന് ശ്രീനിധിയെ തന്നെ വിടാം. രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ള ഒരു മാസ് ഡാൻസ്. ശരി. Very good. ഇങ്ങനെയുള്ള ഗംഭീര പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണ്ടേ ആരാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ എന്ന്? ആരായിരിക്കും? സൂപ്പർ പാർവതി. ബോയിന്റെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു പാർവതി. കൺഗ്രാറ്റുലേഷൻ.
പാർവതിക്ക് ലഭിക്കുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻ സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV പാർവതി കിട്ടുന്നു. കൺഗ്രാറ്റുലേഷൻ. സൂപ്പർ. ഈ ഉത്സവ മാമാകത്തിന്റെ കൊടിയിറക്കത്തിനുള്ള സമയമാണ്. പക്ഷേ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വിടാൻ താല്പര്യമില്ല. നാളെ ഞങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ ഗംഭീരമായിട്ട് തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും ഇന്നത്തേക്ക് this is Boy co-powered by Damro Furniture. Signing off, Deepan Murali and Suraj. Good night. Love you all. Bye bye.